സിംഗപ്പൂരിൽ നടന്ന ചെസ് കലാശപ്പോരിൽ ലോക ചാമ്പ്യനായിരുന്ന ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് വിജയകിരീടം ചൂടിയിരിക്കുകയാണല്ലോ. രണ്ടു വീതം വിജയവും സമനിലയും മാത്രം വഴങ്ങി പോരാട്ടം ഒരു മാസം പിന്നിടുമ്പോൾ 14-ാം മത്സരത്തിലായിരുന്നു ഗുഗേഷിന്റെ ഈ സുവർണ നേട്ടം. 7.5 പോയിന്റുമായാണ് ഗുഗേഷ് ലോകത്തിന്റെ നെറുകയിൽ കിരീടം ചൂടി നിൽക്കുന്നത്. ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിക്കുമ്പോൾ ഗുഗേഷിന് 18 വയസ്സ് മാത്രമാണ് പ്രായം. വിശ്വനാഥൻ ആനന്ദ് 2012-ൽ ലോക ചാമ്പ്യനായതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ കിരീടം ചൂടുന്നത്. ലോകം മുഴുവൻ ഗുഗേഷിനെ വാഴ്ത്തുമ്പോൾ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട വ്യത്യസ്തമായൊരു പോസ്റ്റ് ചർച്ചയാവുകയാണ്. ചെസ് എന്ന സാമൂഹിക വിപത്തിനെ ഇസ്ലാം എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ഈ പോസ്റ്റ് ഒരു സർക്കാസമാണെന്ന് പോലും അറിയാതെ നിരവധി വിമർശനങ്ങളാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസർ ഷാഹുൽ എന്നയാളാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചെസ് എന്ന സാമൂഹിക വിപത്തിനെ ഇസ്ലാം എന്നേ തിരിച്ചറിഞ്ഞു. എല്ലാവരും ഗുഗേഷിന്റെയും ഇന്ത്യയുടെയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ്. തലങ്ങും വിലങ്ങും അഭിനന്ദനങ്ങളുടെയും അനുമോദനങ്ങളുടെയും തിക്കിലും തിരക്കിലും എല്ലാം സമ്മതിച്ചു. പക്ഷേ ഇനി എന്ത്? അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടോ? മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ് കളിച്ചതുകൊണ്ട് ഇളവുകൾ ലഭിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. പകരം അള്ളാഹുവിന്റെ കോപം നേരിടേണ്ടി വരികയും ചെയ്യും. ഇസ്ലാം വളരെയധികം വിമർശനാത്മക രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണുന്നത്. ഒരിക്കൽ ഖലീഫ അലി ചെസ് കളിക്കുന്ന ചിലരെ കണ്ടപ്പോൾ അവരോട് അതിനെപ്പറ്റി ചോദിച്ചു. ശേഷം കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളെ വിഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യുകയും ചെയ്തു. ചെസ്സിനെ പറ്റി അലി പറഞ്ഞതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായമെന്നാണ് ഇമാം അഹമ്മദ് പറയുന്നത്. സുഹാബിയായ അബ്ദുള്ള ഇബ്നൽ ഉമർ പറഞ്ഞത് ചൂതാട്ടത്തെക്കാൾ മോശമായ ഒന്നാണ് ചെസ് കളി എന്നാണ്. മറ്റൊരു സുഹാബിയായ അബൂ മൂസ അൽ അഷ്അരി ചെസ്സിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്: പാപികൾ മാത്രം കളിക്കുന്ന കളിയാണ് ചെസ്. ചൂതാട്ടം ഹറാമാണ് എന്നതിൽ സംശയമില്ല. അത് കളിക്കുന്നവർ അള്ളാഹുവിന്റെയും അദ്ദേഹത്തിന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു എന്നും അത് കളിക്കുന്നവൻ അള്ളാഹു നിഷിദ്ധമാക്കിയ പന്നിയിറച്ചി കഴിച്ചവനെ പോലെയാണ് എന്നും എന്നൊക്കെയുള്ള സ്വഹീഹമായ ഹദീസുകൾ ഉള്ളപ്പോൾ അതിലും വൃത്തികെട്ട കളിയായ ചെസ്സിനെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ടോ? മദ്ഹബിന്റെ പണ്ഡിതരായ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹമ്മദ് എന്നിവരെല്ലാം ചെസ്സിനെ ഹറാമായിട്ടാണ് കാണുന്നത്. ഇമാം ഇബ്നുൽ ഖുദാമ മുഗ്നിയിലും ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ഫുരീസിയിലും ഇമാം ഹദ്ദാബി അൽ കബൈറിലും ചെസ്സിനെ ഹറാമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെസ് കളിക്കുന്നത് തീർത്തും നിഷിദ്ധമാണ് എന്നും അത് ചൂതാട്ടത്തിന് സമമാണ് എന്നുമാണ് ഇമാം ഇബ്ൻ അബ്ദുൽ ഖർ പറയുന്നത്. ചെസ്സിനെതിരെ ഇസ്ലാമിൽ ഇനിയും ഒരുപാട് തെളിവുകളുണ്ട്. ലോകം ഇത്രയും അധപ്പതിച്ചല്ലോ. നൗഈസ ബില്ലാ, അള്ളാഹു എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. ഇത്രയുമാണ് ഈ പോസ്റ്റ്. പക്ഷെ ഇതൊരു സർക്കാസമാണെന്ന് മനസ്സിലാക്കാതെ ഈ പോസ്റ്റ് വായിച്ച് ഇതിനെതിരെ കുരുപൊട്ടുന്നവർ നിരവധിയാണ്. ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.